ഒരാൾ ഉറങ്ങണ കണ്ടോ? ചാരത്തിൽ മുങ്ങിക്കിടന്നുറങ്ങും. നോക്കി ചാരത്തിലേക്ക് ആഴ്ന്നിറങ്ങി കിടക്കണം. ഇന്നാണെങ്കിൽ വലിയ സന്തോഷം കേട്ടോ. ഇന്ന് ചിക്കൻ ഉണ്ടായിരുന്നു. ചിക്കനൊക്കെ കഴിച്ചിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷമുള്ള ഉറക്കം കേട്ടോ. ഇന്ന് ചിക്കനുള്ള ദിവസം വേറെ എവിടേക്കും പോവില്ല കേട്ടോ. അല്ലെങ്കിൽ തൊട്ടടുത്ത 1-2 വീട്ടിലൊക്കെ ഒന്ന് കറങ്ങാൻ പോവും. അവരും ഫുഡൊക്കെ കൊടുക്കാറുണ്ട്. പക്ഷെ അവരൊക്കെ വെജിറ്റേറിയനാണ്. ദോശ, ചപ്പാത്തി അങ്ങനെയൊക്കെ കൊടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിക്കാനായിട്ട് പോവാറുണ്ട്. പക്ഷേ ഇവിടെ ഇന്ന് മനസ്സിലായി ചിക്കൻ ഉണ്ടെന്ന്. അവൾക്ക് അറിയാൻ പറ്റും. നമ്മൾ കഴുകിയ വെള്ളമൊക്കെ പുറത്തേക്ക് ഒഴിക്കുമ്പോൾ അവൾക്ക് മനസ്സിലാവും ഇന്ന് ചിക്കൻ ഉണ്ട്. അപ്പോൾ വെയിറ്റ് ചെയ്ത് തന്നെ ഇരുന്നു. അപ്പോൾ ഞാൻ വേഗം കുറച്ച് അതിൻ്റെ കഴുത്ത്, കരൾ അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ കുക്കറിലിട്ട് വേവിച്ച് വെച്ചിട്ട് വേഗം ചോറ് കൊടുത്തു കേട്ടോ. ആ സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാനും പറ്റിയില്ല. കാരണം അവൾ ധൃതി പിടിച്ച് വല്ലാത്ത ധൃതി. ഞാൻ ഫോണൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. വേഗം കൊണ്ടുവന്ന് കൊടുത്തു. അത് നന്നായിട്ട് കഴിച്ച് ഒറ്റ വറ്റ് പോലും ബാക്കി വയ്ക്കില്ല കേട്ടോ. ചിക്കനാ കൂട്ടി കൊടുക്കണമെങ്കിൽ. മീനാണെങ്കിൽ അവിടെ കുറേയൊക്കെ ബാക്കി വയ്ക്കും. അതെല്ലാം കഴിഞ്ഞ് ഇനിയും ചിക്കൻ കിട്ടുന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ ചാരത്തിൽ കുളിച്ച് കിടക്കുക. കുറച്ചു നേരം കഴിയുമ്പോൾ പുഴയിലിറങ്ങിയ ചാരമൊക്കെ കളയൂട്ടോ. കുളിച്ച് സുന്ദരിയാവും. എന്തൊക്കെ സ്വഭാവമാണെന്നറിയില്ലേ ജോലിക്ക്. പക്ഷേ പരാതികളെ ചുറ്റും. ഇന്ന് രാവിലെ അടുത്തുള്ളവർ പറഞ്ഞു പരാതി. ഇവളെ കൊണ്ട് വലിയ ശല്യമാണ്. ഇനിയിപ്പോൾ ഇവൾ പ്രസവിക്കും. ഇനിയപ്പോൾ കൂടുതൽ ശല്യമാവും. ഒന്നാമത്തെ ഇന്ന് പത്രത്തിലുണ്ടായിരുന്നു തൃപ്പൂണിത്തുറ പല സ്ഥലങ്ങളിലും വല്ലാത്ത തെരുവ് നായ്ക്കളുടെ ആക്രമണം. ആരൊക്കെയോ വീണു, ബൈക്കിൽ നിന്നൊക്കെ വീണു എന്നൊക്കെ. അപ്പോൾ അവർ പറയാം ഇനി ഭക്ഷണമൊന്നും കൊടുക്കാൻ പാടില്ല, നമുക്ക് കുഴപ്പമാവും എന്നൊക്കെ അവരെന്നോട് പറഞ്ഞു. ഞാനതൊന്നും മൈൻഡ് ചെയ്തില്ല. ശരി.